Praise the Lord. ദാസൻ പാർശ്വിക്കറുകൾ പ്രിയപ്പെട്ട എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. ഞങ്ങളുടെ മോളെ കാണാൻ വേണ്ടി വന്നതാണ്. ആ കൂട്ടത്തിൽ കസിൻസ്, അവരുടെ ഭർത്താക്കന്മാർ, ഏറ്റവും പ്രിയപ്പെട്ട പലരുണ്ടല്ലോ, അവരെല്ലാവരും ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള അവസരം കർത്താവ് നൽകിയതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. I'm here to visit my daughter, but also to meet all my cousins and praise God for the opportunity to worship together this morning. പല വർഷങ്ങൾക്ക് ശേഷം പ്രിയ തമ്പികളികളോടുകൂടി ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഇടയായതിൽ വളരെ സന്തോഷമുണ്ട്. It gives me great happiness to worship together with Tambichayan after many years. പ്രിയ സബീൻ, ഞങ്ങൾ ബാംഗ്ലൂരിൽ അടുത്തടുത്ത് താമസിക്കുന്നവരാണ്. And we live in Bangalore nearby. എൻ്റെ ഉപ്പാപ്പൻ ഫാദറിൻ്റെ മൂന്നാമത്തെ അനിയൻ അമേരിക്കയിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, when my uncle came to the US many years ago, I asked him this. അപ്പോൾ അമേരിക്കയിൽ അപ്പാപ്പൻ കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച ഏതാണ് ചോദിച്ചു. So I asked him, what is the most beautiful thing that you have seen in this land? അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അവിടുത്തെ റോഡുകളും അവിടുത്തെ കാറുകളും. So he thought for it for a moment and he said the roads and the cars. എന്നാൽ 2005 ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്ന്. So when I personally came in 2005, I had a different perspective. അത് ഒരു കാലത്ത് ദൈവത്തെ സേവിച്ചവരും ശുശ്രൂഷിച്ചവരുമായവരുടെ തലമുറകൾ അമേരിക്കൻ സഭകളിൽ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ചയാണ് ഏറ്റവും മനോഹരമായ. The thing that I found the most beautiful was generations of Christians coming into this land and standing front and worshiping God. പെട്ടെന്ന് കുഞ്ഞിനെ മനസ്സിലായില്ല, കുഞ്ഞിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. Also want to greet Kunyangal. ഞങ്ങളുടെ ബാംഗ്ലൂർ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത് നിത്യതയിൽ പ്രവേശിച്ച എൻ്റെ സ്നേഹിതൻ ഉണ്ണിച്ചായൻ്റെ ആണല്ലോ പ്രിയ സബീൻ. As the pastor introduced, my father went to be with the Lord and they served together in Bangalore. എൻ്റെ പിതാവിൻ്റെ ഒരു അനിയൻ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം നിത്യതയിൽ പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ മക്കളെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. And pastor's brother's family who also went to be with the Lord is here this morning. ഇവിടെ എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് നിസ്സി ഇവിടെ ഉണ്ട്. അദ്ദേഹം സഹോദരൻ പാസ്റ്റർ മാത്യുവിൻ്റെ മകളാണ്. And my daughter's friend and she was also a daughter of Pastor Matthew. ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ പല പാസ്റ്റർമാരുടെ മക്കളോടുള്ളതായിട്ട് പറഞ്ഞു. അവരെ എനിക്ക് അറിയത്തില്ല, അവരെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. And pastor introduced many and I give gratitude to God for all of them. ഇതാ മനോഹരമായ കാഴ്ച. സ്തോത്രം പറഞ്ഞാട്ടെ. This is that beautiful thing. ഈ പുസ്തകം എടുത്തവരുടെ തലമുറ എങ്ങനെ ഈ രാജ്യത്ത് എത്തിയെന്ന് തോന്നുമാർ ദൈവം അവരെ അയച്ചതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. Those who carried this book and their generations that God has blessed. അവർ കൊടുത്ത വിലയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And for the price that has been paid. ഞങ്ങളുടെ കല്ലിശ്ശേരിയിലെ ആദ്യകാല സഹോദരന്മാർ, the early fathers are believers. അവരുടെ മുടി ബാർബർമാർ വെട്ടാഞ്ഞതുകൊണ്ട് അവർ അന്യോന്യം വെട്ടുന്നൊരു കാലമുണ്ടായി. There was a time when the barbers refused to cut their hands, so they did each other's hairs. അവർ സമൂഹത്തിൽ അവർ വിലക്കപ്പെട്ടവരായി. They were forbidden from the society. അങ്ങനെ വില കൊടുത്തിറങ്ങിയ പിതാക്കന്മാരുടെ തലമുറകളാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത്. And it is the generation of those fathers who paid a great price. ഇവിടെ ജെസ്സിയെ കാണുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കാറുണ്ട്. When I look at Jessie's sister, I am thinking about this. അവൾ 8ലോ 9ലോ പഠിക്കുന്നു. She was in 8th or 9th. ടൈഫോയിഡ് ആണെന്ന് തോന്നുന്നു. അവൾക്കൊരു അസുഖം വന്ന് അത്യാസന്ന നിലയിലെത്തി. And with typhoid, she was in a serious condition. അവൾ വലിയവായി നിലവിളിക്കുക, എവിടെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. And she wept loudly, take me somewhere. അവളുടെ പിതാവ് അഥവാ എൻ്റെ ഉപ്പാപ്പൻ ഇന്ത്യ ഫിലിപ്പ് സാർ പറഞ്ഞ കാര്യം വാചകം കേൾക്കണമോ? And her father, my uncle, said this. വിശ്വാസത്തിന് വേണ്ടി മരിക്കുന്നെങ്കിൽ നീ മരിക്കട്ടെ, വിശ്വാസമാണ് വലുത്. If you're going to die in faith, you die. The faith is greater. അങ്ങനെ ആയുസ് മുഴുവൻ മരുന്ന് ഉപയോഗിക്കാതെ വിശ്വാസത്തിന് വേണ്ടി നിന്ന ഒരു പിതാവിന്റെ മക്കളാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. And that man never took a medicine all his life, and it's his children that are seated here. ഏറ്റവും മനോഹരമായ കാഴ്ച ഇതാണ്. ദൈവത്തെ സേവിക്കുന്നവരുടെ തലമുറകൾ ഇവിടെ ഇരിക്കുന്നു. That is the most beautiful thing, that the children of those who served are sat here. Hallelujah! 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 Amen. Praise
Praise the Lord. ഇസ്രായേലിന്റെ സ്തുതികളിൽ മേലാണ് ദൈവം വസിക്കുന്നത്. He is a God who dwells on the praises of Israel. ആരാധനാ മധ്യത്തിൽ നമ്മുടെ ദൈവം വസിക്കുവാൻ വേണ്ടി വരുമ്പോൾ പിടിച്ചിടുന്ന സിംഹാസനങ്ങളാണ് ആരാധന എന്ന് പറയുന്നത്. Oh, worship is a place where thrones are placed for them. എന്നാൽ അനേക ദൈവങ്ങളുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, The issue with many believers is this: സിംഹാസനത്തിന് പകരം ദൈവത്തിന് ഇരിക്കുവാൻ കൊരണ്ടി പിടിച്ചിടും, നാൽക്കാലി പിടിച്ചിടും. And instead of thrones, some of them bring little stools for him. എന്നാൽ നമ്മുടെ ദൈവത്തിന് ആരാധനയുടെ സിംഹാസനങ്ങൾ പിടിച്ചിടണം. We must reserve the thrones for our King. ആ സിംഹാസനത്തിൽ വസിച്ചുകൊണ്ട് He must dwell and be sat on നമ്മെ the throne. അനുഗ്രഹിച്ചയക്കുന്നവനായ ദൈവമാണ് നമ്മുടെ ദൈവം. Oh, He is a God who will bless us. Hallelujah! 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 ഞാൻ എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ ബാംഗ്ലൂരിലെ കാര്യമാണ് പറയുന്നത്, നിങ്ങളുടെ കാര്യമല്ല. And if I talk about any examples, that's from Bangalore. ബാംഗ്ലൂരിലെ പല സഭകളിൽ ചെന്ന് കഴിഞ്ഞാൽ പലരുടെ ഇരിപ്പ് കണ്ടാൽ, If you go to Bangalore churches and see the attitude, മോള് ഗാസയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ തോന്നുന്നു. the daughter is working in Gaza as a nurse. മനസ്സിലായില്ലേ? ഗാസ, ഇസ്രായേലിന്റെ ബോംബ് വീണുകൊണ്ടിരിക്കുന്ന ഗാസ. It is a place where Israel is bombarding. അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന മകളുടെ മാതാപിതാക്കൾക്ക് എങ്ങനെ സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും? How can the parents of such a child who's working there be sat in peace? അങ്ങനെയാണ് പലരും ഇരിക്കുന്നത്. എന്നാൽ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. Oh, many are worried, but our God is with us. Hallelujah! Hallelujah! ദൈവം നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും Oh, I ചെയ്യും. thank God for His grace and mercy. Hallelujah! ഇസ്രായേൽ മക്കളുടെ പ്രത്യേകതയാണ് അവർ ദൈവത്തെ ആരാധിക്കുന്നവരായി. Oh, the children of Israel, their specialty was they worship God. ഒരു മനുഷ്യൻ ഏറ്റവും അധികം ശബ്ദമെടുക്കേണ്ടത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. If any man uses his voice, that is to worship God. അബ്രഹാം താമസിച്ച എല്ലാ ഇടങ്ങളിലും യാഗപീഠങ്ങൾ പണിഞ്ഞ് അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു. Abraham onwards, they built altars to worship God. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഉയരുന്ന ആകാശം മുട്ട ഉയരുന്ന പുക കണ്ട് പെരയ്ക്ക് തീ പിടിച്ചതാണെന്ന് കരുതി ആരും വന്നിട്ടില്ല. When many saw the smoke rise from these altars, no one rushed thinking there is a fire. നാട്ടുകാർക്കറിയാം അവിടെ താമസിക്കുന്നത് ഭക്തനാണ്, ഉയരുന്നത് യാഗത്തിന്റെ പുകയാണ്. The residents know that it is the smoke rising from the altars. അതുപോലെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയായിരിക്കണം ഏറ്റവും അധികം ശബ്ദമെടുക്കേണ്ടത്. The children of God must raise their voice to worship our God. എന്നാൽ ലോത്ത് സോദോമിൽ താമസിച്ചപ്പോൾ, When Lot was in Sodom, ഒരിക്കൽ പോലും ഒരു യാഗപീഠം പണിഞ്ഞില്ല. not once did he build an altar. യാഗത്തിന്റെ പുക ഉയരാഞ്ഞ സ്ഥലത്ത് നിന്ന് ദഹനത്തിന്റെ വലിയ അഗ്നിയുടെ ദഹനത്തിന്റെ പുകയാണ് ഉയർന്നത്. But instead a great fire rose over there, a consuming fire. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ആകാശമുട്ട യാഗത്തിന്റെ പുക ഉയർന്നുകൊണ്ടിരുന്നു. But at Abraham's place smoke rose up to the heavens. ഒരു വാചകം ഞാൻ നിങ്ങളോട് പറയട്ടെ. Let me tell you one thing. നിന്റെ ഭവനത്തിൽ നിന്ന് ആരാധനയുടെ ശബ്ദം ഉയരാമെങ്കിൽ പല കൂട്ട നിലവിളികളെയും കർത്താവ് ഒഴിവാക്കി തരും. Oh, if the worship rises from your house, the cries will stop. Hallelujah! Hallelujah! ഞാൻ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയിട്ട് 50 വർഷം കഴിഞ്ഞു. It has been 50 years since I began serving God. കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയപ്പോൾ ദൈവം നല്ലവനാണെന്നറിയാമായിരുന്നു, എന്നാൽ ഇത്രയും നല്ലവനാണെന്ന് അറിഞ്ഞിരുന്നില്ല. When I started, I knew He was a good God, but I didn't know He was such a good God. കർത്താവിന് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് കഴിഞ്ഞിടയ്ക്കാണ് എനിക്ക് മനസ്സിലായത്. Only recently that I knew how much He loved me. ഈ കോവിഡിന്റെ കാലം 2020. The COVID during 2020. എൻ്റെ മിസ്സസ് അമേരിക്കയിലായിരുന്നു, ഞങ്ങൾ ബാംഗ്ലൂരിലും. Auntie was in US and he was in ഞങ്ങളുടെ Bangalore. വീട്ടിൽ 6 പേർ 5 പേർക്കും കോവിഡ് വന്നു. Of the 6 in the house, 5 were with COVID. രാത്രി 10 മണിയായപ്പോൾ റിസൾട്ട് വന്നവർക്കെല്ലാം കോവിഡ് ആണ്. At 10 in the night we got the result that everyone has COVID. എനിക്ക് മാത്രം വന്നില്ല. But only I did not get ഞങ്ങൾ COVID. എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്നു, ഒന്നിച്ച് ആഹാരം കഴിക്കുന്നു, ഒന്നിച്ച് കാറ് സഞ്ചരിക്കുന്നു. We live together, travel together, ate together. ഹല്ലേലൂയ! Hallelujah! എനിക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഞാൻ കാണത്തില്ലായിരുന്നു. If I had contracted COVID, I would not be standing here and അപ്പോൾ speaking. എനിക്ക് മനസ്സിലായി, ദൈവമേ നിനക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടോ? That day I realized how much He loved me. അങ്ങനെ പല സന്ദർഭങ്ങളിലായി ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചവർ ഒരു സിംഹാസനം പിടിച്ചിടട്ടെ. നമ്മുടെ ദൈവം നല്ലവനായ ദൈവമാണ്. Our God is a good God.
ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ദൈവം നല്ലവനായ ദൈവം. Our God is a good God. കുഞ്ഞുങ്ങളെ, സ്തുതിയും സ്ഥിതിയും തമ്മിൽ അടുത്ത ബന്ധമുള്ള വാക്കുകൾ. There is a great connection between praise and your situation. സ്തുതിക്കാൻ തയ്യാറായ സ്ഥിതി മാറ്റുവാൻ ദൈവം തയ്യാറാണ്. If you praise Him, He will change your circumstances. സ്തുതിക്കുന്നവരുടെ സ്ഥിതി ദൈവം മാറ്റിയിട്ടുണ്ട്. God has changed the circumstances, those who worship എവിടെ Him. സ്തുതി ഉയർന്നിട്ടുണ്ടോ അവിടെല്ലാം സ്ഥിതിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. Praises are risen, the circumstances have changed. ഹല്ലേലൂയ. Hallelujah. പെന്തക്കോസ്തിൽ വന്നിട്ട് സ്തുതിക്കാഞ്ഞ കുടുംബങ്ങളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? Have you observed those who come to be in the Pentecostal but not worshiping Him? അവരൊന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. They have not been blessed. എന്നാ സ്തുതിച്ച കുടുംബങ്ങളുടെ എല്ലാ സ്ഥിതി ദൈവം മാറ്റിയിട്ടുണ്ട്. But those who worshiped Him, God has blessed them. ഞാൻ ഒരു വാക്യം വായിച്ചുകൊണ്ട് പെട്ടെന്ന് ചെറിയൊരു ആലോചന നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ I'd like to ആഗ്രഹിക്കുന്നു. share a small thought. Let's turn our attention. റോമാലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. Romans chapter 8 verse 28. റോമർ 8:28. And we know that in all things God works for the good of those who love Him, who've been called according to His purpose. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. All things work for great for those who are called by Him and love Him. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 16-ാമത്തെ വാക്യം. പുറപ്പാട് 17:16. Exodus chapter 17 verse 16. യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ട്. The Lord is warring against the Amalekites for generations. ശമൂവേൽ 30:1-2 വാക്യങ്ങൾ. 1 Samuel chapter 30 verse 1 and 2. ആ പിന്നെ ഈ വാക്യത്തോട് ബന്ധപ്പെട്ടാണ് ചെറിയ ആലോചന പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. I want to speak from this verse. അന്നത്തെ അമാലേക്കിലാണ് ഇന്നത്തെ ഹമാസ്. Those days the Amalekites are what we call Hamas അന്ന് today. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് പോയതുപോലെ ഇന്നും യഹൂദന്മാരെ ബന്ദികളാക്കിക്കൊണ്ടാണ് അവർ യുദ്ധം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Even today they bound the Israelites, the Hamas, and they take the women and children. അന്നത്തെ പലസ്തീനികളാണ്, അന്നത്തെ ഫെലിസ്ത്യരാണ് ഇന്നത്തെ പലസ്തീനികൾ. What we call as Philistines are what we call Palestinians today. ഹമാസിനെ കുറിച്ച് അമാലേക്കിനെ കുറിച്ച് യഹോവ അരുളി ചെയ്യുകയാണ്. About Amalekites, God says so. തലമുറ തലമുറയായി യഹോവയ്ക്ക് അമാലേക്കിനോട് യുദ്ധമുണ്ട്. For generations the Lord is at war with the Amalekites. മോശയുടെ കാലത്ത് യുദ്ധമുണ്ടായിരുന്നു. It was there during the time of Moses, ശൗലിന്റെ കാലത്ത് യുദ്ധമുണ്ടായിരുന്നു. during the time of Saul, എസ്തേറിന്റെ പുസ്തകത്തിൽ മൊർദെഖായിയുടെ കാലത്ത് യുദ്ധമുണ്ടായിരുന്നു. during Esther's time, at Mordecai's time. യോസേഫസ് ഹാമാനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അമാലേക്കിൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. He had described him as Amalekite. ദാവീദിന്റെ കാലത്ത് അമാലേക്കിനുമായി യുദ്ധമുണ്ടായി. During David's time there was a war. ഈ കാലത്തെ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. This is the time, the war that is happening. We're talking. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. And I want to remind you of such things. അമാലേക്കിയർ വന്ന് ദാവീദിന്റെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ടുപോയി. The Amalekites took the wives of David. ദാവീദ് ആരാണ്? Who is David? യിശായിയുടെ 8 മക്കളിൽ ഏറ്റവും പ്രതീക്ഷയില്ലാത്ത മകനാണ് ദാവീദ്. He was the son of Jesse, of the eighth, the most hopeless one. പ്രതീക്ഷയില്ലാത്തവരെ തെരഞ്ഞെടുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. He is a God who is alive, who selects such. ആർക്കും വേണ്ടാത്തവരെ വേണ്ടി ഒരു ദൈവം ജീവിക്കുന്നു. He is seeking those who are rejected. തള്ളിക്കളഞ്ഞ കല്ലുകളെ മൂലക്കല്ലാക്കുന്ന ദൈവം ജീവിക്കുന്നു. Oh, He is a God who takes a rejected stone and make it the foundation. ദൈവം നോക്കിയപ്പോൾ കാൽച്ചുവട്ടിൽ ഒരു കാൽപെരുമാറ്റം. When He saw there was this little, ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിനെ വലിച്ചെറിഞ്ഞതാണ്. Joseph's brothers had forsaken him. യേശുക്രിസ്തുവിനെ യഹൂദന്മാർ വലിച്ചെറിഞ്ഞ കല്ലിനെ കർത്താവ് മൂലക്കല്ലാക്കി മാറ്റി. Oh, Jews had rejected Jesus, but God placed him as a cornerstone. ദാവീദിനെ ദൈവം ആ കുടുംബത്തിന്റെ അത് നെടുന്തൂണാക്കി മാറ്റി. The rejected David became the pillar of that family. ഹല്ലേലൂയ. Hallelujah. ശമൂവേൽ വീട്ടിൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ When Samuel came to the house to anoint them, എല്ലാ സഹോദരന്മാരെയും വരുത്തി. all the brothers were assembled. അവൻ പിന്നത്തേതിൽ പാടുകയാ,
എന്റെ മാതാപിതാക്കൾ പോലും എന്നെ തഴഞ്ഞു. And he sang later like this, even my parents rejected me. അമ്മ പോലും അവനെ കൂടെ വരുത്താമെന്ന് പറഞ്ഞില്ല. Even my mother had no hope in me. ആർക്കും വേണ്ടാത്തവരെ തെരഞ്ഞെടുക്കാത്തവരെ ദൈവം തെരഞ്ഞെടുക്കുന്നു. Oh, those who are rejected, God selects them. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയാണ് അന്നും ഇന്നും ആർക്കും വേണ്ടാത്തവരെ ദൈവത്തിന് വേണം. God seeks those who are rejected then and now. ദാവീദ് ഈ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു എക്സ്പ്രസ് ടെലഗ്രാം വന്നു. He got an express telegram while he was tending to the ആട് sheep വന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരുവാൻ to come home immediately. ദാവീദ് എന്നപ്പോ സഹോദരന്മാരുടെ ഇടയിൽ വെച്ച് അവനെ രാജാവായി അഭിഷേകം. Oh, in the midst of his brothers, he was anointed the king. ദാവീദ് തിരിച്ചു വന്നപ്പോൾ കൂട്ടിടയന്മാർ അവനോട് ചോദിച്ചു. When David returned back, the other shepherds asked him, അങ്ങോട്ട് പോയപ്പോൾ ഇല്ലാതിരുന്ന ഒരു തിളക്കം ഇപ്പോൾ നിന്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. oh, when you are returning, there is a special sparkle on your face. അവൻ പറഞ്ഞു, അഭിഷേകത്തിന്റെ തൈലം എന്റെ മേൽ വീണു. Oh, the anointed oil was poured on my head. അഭിഷേകം പ്രാപിച്ചവന്റെ മുഖം കണ്ടാൽ അറിയാം. If you look at the face of an anointed one, you will know. ആരാധന കണ്ടാൽ അറിയാം. If you know the worship of an anointed one, കയ്യടി കണ്ടാൽ അറിയാം. you will recognize him by his clapping. സ്തോത്രം കേട്ടാൽ അറിയാം. You will know him by his praises. എവിടെ അഭിഷേകമുണ്ടോ അവിടെ ഉയർച്ചയുണ്ട്. Where there is an anointing, there is an upliftment. ഹല്ലേലൂയ. Hallelujah. നല്ല കാര്യം. പക്ഷേ അന്ന് മുതൽ സഹോദരന്മാർ അവനെ പകയ്ക്കുവാൻ തുടങ്ങി. From that day, the brothers started hating him. 23-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. In Psalms 23, we read this. ശത്രുക്കളുടെ മധ്യത്തിൽ കർത്താവ് അവന് വേണ്ടി ഒരു മേശ ഒരുക്കി. Oh, he prepares a feast in front of the enemies. ദാവീദിന്റെ സഹോദരന്മാര് അവനെ ഉള്ളാൽ വെറുക്കുവാൻ, അഥവാ ഉള്ളം കൊണ്ട് വെറുക്കുവാൻ തുടങ്ങി. His brothers started hating him from his. പിന്നത്തേതിൽ ഗോലിയാത്തിനെ ദാവീദ് എറിഞ്ഞിട്ട് കൊന്നു കളഞ്ഞപ്പോൾ When David King Goliath, അതുവരെ ഇല്ലാതിരുന്ന ഒരു പുതിയ ശത്രു ആരംഭിച്ചു. and still there was a new enemy that began. അത് വേറെ ആരുമല്ലായിരുന്നു, ശൗൽ രാജാവ് അവന്റെ അമ്മായിപ്പനായിരുന്നു. It was no one else but King Saul. കൊല്ലുവാൻ പല അവസരങ്ങളിൽ ലഭിച്ചതാണ്. Many opportunities were there to kill him, കൊല്ലാഞ്ഞതിന്റെ കാരണം but he was not killed because അവന്റെ അമ്മായിയപ്പനാണ്. it was because he was his father-in-law. അവന്റെ സ്നേഹിതനായ യോനാഥാന്റെ പിതാവാണ്. He was the dad of his friend Jonathan. ദൈവത്തിന്റെ അഭിഷിക്തനാണ്. He was an anointed servant of God. അഭിഷിക്തന്റെ മേൽ കൈവച്ചിട്ട് ആര് ശിക്ഷ അനുഭവിക്കാതിരുന്നിട്ടുണ്ട്? Is there anyone who has survived after laying the hands on an anointed അതുകൊണ്ട് son? ദാവീദ് പ്രതികാരം ചെയ്തില്ല. പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. But David did not take revenge because vengeance belongs to God. ഓടി നടന്ന് ദാവീദ് ക്ഷീണിച്ചു പോയി. He ran and ran, he was exhausted. 27-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു. In 27th chapter we read so, ഞാൻ ഒരിക്കൽ ശൗലിന്റെ കയ്യാൽ കൊല്ലപ്പെടുകയുള്ളൂ. I will die of King Saul only once. അവന്റെ പ്രത്യാശയും പ്രതീക്ഷയും മുഴുവൻ നഷ്ടപ്പെട്ടു. All his hope was gone. നിരാശയുടെ അമ്പ് അവന്റെ ഹൃദയത്തിൽ ചങ്കിൽ കൊണ്ടുകയറി. Oh, the spear of despair pierced his heart. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിരാശപ്പെട്ടിട്ടില്ലാത്ത ആരുമില്ല. Is there anyone here who's not ever despaired? നിരാശയുടെ അമ്പ് ചങ്കിൽ കൊള്ളുമ്പോൾ ദൈവത്തിന്റെ കയ്യിൽ മറുമരുന്നുണ്ട്. അത് പ്രത്യാശയുടെ മരുന്നാണ്. Oh, in your despair there is a remedy with God. It is a hope. ദാവീദ്, നീ അങ്ങനെ കൊല്ലപ്പെടത്തില്ല. David, you will not die like this. ഏലിയാവേ, നിനക്ക് ഇനിയും ശുശ്രൂഷകളുണ്ട്. Elijah, you still have a service. രാവിലെ ആരെങ്കിലും ക്ഷീണിച്ചവരായി എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, If anyone is despaired this morning, പ്രത്യാശയുടെ മറുമരുന്ന് ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. there is a hope in God. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ ദാവീദ് അത് നിരാശപ്പെട്ട് When David was in despair, ആരെ കൊല്ലാൻ വിളിക്കപ്പെട്ടുവോ ആ രാജ്യത്തിലേക്ക് അവൻ അഭയം ചൊല്ലി ഓടിക്കയറി. oh, those who were seeking to kill him, to that kingdom he ran. നിന്നെ വിളിച്ചിരിക്കുന്നിടത്ത് നീ പാർത്തുകൊള്ളണമെന്ന് ദൈവാത്മാവ് ആലോചന പറയുക. God is telling you will live where you are called to be. ഓടാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. He has not called you to flee. ഇരിക്കുന്നിടത്ത് ഒരു വിശാലത വരുത്തുവാൻ എൻ്റെ ദൈവം മതിയായ He has ദൈവമാണ്. called you for an expansion in the place you are. നിന്റെ മുമ്പിൽ നാശമല്ല, നിന്റെ മുമ്പിൽ ഉന്നതമാകുന്ന ഒരു വിളിയുണ്ട്. It is not destruction in front of you, but a greatness. ദാവീദ് ഫെലിസ്ത്യരുടെ ദേശത്ത് ചെന്നപ്പോൾ When David went to Philistines, ഫെലിസ്ത്യരുടെ രാജാവായ ആഗീശ്, king of the Philistines, Agag, സിക്ലാഗ് എന്നു പേരുള്ള ഒരു പട്ടണം ദാവീദിനും അവന്റെ കൂടെയുള്ള ഭാര്യമാർക്കും കുഞ്ഞുങ്ങൾക്കും അവന്റെ കൂടെയുള്ള പട്ടാളക്കാർക്കും താമസിക്കുവാൻ സിക്ലാഗ് എന്ന പട്ടണം കൊടുത്തു. he gave them the town of Ziklag for David and his family. അങ്ങനെ സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ As they were living there in peace, ഇസ്രായേൽ മക്കളും പല ഫെലിസ്ത്യരും തമ്മിൽ ഒരു വലിയ യുദ്ധം
29 അധ്യായത്തിൽ ആരംഭിച്ചു. We read in the 29th chapter that a war broke out between Israelites and ആ Philistines. യുദ്ധത്തിൽ ദാവീദ് പങ്കെടുക്കുവാൻ തുടങ്ങിയപ്പോൾ When David was going to participate in that war, ദാവീദിന്റെ ആഗീശിന്റെ കൂടെയുള്ള പ്രഭുക്കന്മാർ പറഞ്ഞു, the lords who were with Achish told so, രാജാവേ സൂക്ഷിക്കണം, King, be careful. ദാവീദും കൂട്ടരും യഹൂദന്മാരാണ്. David and his people are Israelites. പട യുദ്ധം ആരംഭിച്ച് The war began, അതിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ and as it came draw to the climax, ദാവീദ് ശത്രുക്കളുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ, if David was to join hands with the enemies, നമുക്ക് പരാജയം ഉണ്ടാകും. the defeat would have been there. അതുകൊണ്ട് ദാവീദിനെയും കൂട്ടരെയും പട്ടാളത്തിൽ നിന്ന് പിരിച്ചുവിടണം. So let us throw away David and the family from this army. ഭയങ്കര ധർമ്മസങ്കടത്തിലായി. Achish was stoned. ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, He told to David, David, ദൂതനെ പോലെ നിന്നെ ഇഷ്ടപ്പെട്ടു. I like you like an angel of God. ഇന്നുവരെ ഒരു കുറ്റവും ഞാൻ നിന്നെ കണ്ടിട്ടില്ല. Till date I've seen no fault in you. ഇവർ നിമിത്തം എനിക്ക് നിന്നെ പട്ടാളത്തിൽ നിന്ന് പിരിച്ചിടാതിരിക്കാൻ കഴിയത്തില്ല. For I cannot keep you in the army because of my people. പട്ടാളത്തിൽ നിന്ന് ഒരു കാരണവും കൂടാതെ പിരിച്ചുവിട്ടല്ലോ എന്നുള്ള സങ്കടത്തോടുകൂടെ. Oh, he was thrown away from the army for no reason. ദാവീദ് സിക്ലാഗിൽ ചെന്നപ്പോഴാണ് with the great despair David went to Siklag. ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും അമാലേക്ക് വന്ന് പിടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. Amalekites came and captured his family. ദാവീദ് കരയുവാൻ ബലമില്ലാതെ ആഗോളം അവൻ കരയാൻ തുടങ്ങി. He cried. കൂടെയുള്ളവർ പറഞ്ഞു, ഇവനെ കല്ലെറിഞ്ഞു കൊല്ലണം. Those who were with him told, let us stone him to death. ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു. But David took refuge in God. ഗോലിയാത്തിന്റെ നേരെ ചെന്നപ്പോൾ എന്നെ ശക്തീകരിച്ചവനായ ദൈവം, You were a God who were with me when I faced Goliath. കീറിക്കളയുവാൻ ശക്തീകരിച്ച ദൈവം, You strengthened me to tear the lions അരണിയെ apart. കൊല്ലുവാൻ ശക്തീകരിച്ചവനായ ദൈവം, You strengthened me to kill the bears. എന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലമുണ്ട്. The anointing is upon me. എന്നെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. I know you will never leave me, forsake me. ദാവീദ് യഹോവയിൽ ധൈര്യപ്പെട്ടു. David took courage in God. എന്നിട്ട് എഫോദ് കൊണ്ടുവന്ന് അത് ഈ പരീക്ഷയെ അഥവാ അമാലേക്കരെ പിന്തുടരണമോ വേണ്ടായോ എന്നുള്ള അരുളപ്പാട് ചോദിക്കുവാൻ വേണ്ടി മുട്ടുമടക്കുവാൻ തീരുമാനിച്ചു. So David went down on his knees to ask God's guidance. നമ്മൾ ആരെങ്കിലും ഈ സമയത്ത് അരുളപ്പാട് ചോദിച്ചുകൊണ്ടിരിക്കുമോ? Are we like that who will be seeking counsel? എന്റെ മേരുകുട്ടിയാണ് അമാലേക്കരെ പിടിച്ചിരുന്നെങ്കിൽ ഞാൻ 4 കാലം പറിച്ചു ഓടിയേനെ. If it was pastor's wife that was being captured, I would have been running. പ്രവാചകന്റെ കൂടെ ഒന്നും അരുളപ്പാടിനും ആലോചനയ്ക്കും ഒന്നും പോണോ വേണ്ടായോ എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നില്ല. I wouldn't have waited to find any counsel. നിങ്ങൾ കൂട്ട് മോശമൊന്നുമല്ല. I'm not as bad. I'm same like you. എന്നാൽ ദാവീദ് But David, ഇവരെ പിന്തുടരണമോ വേണ്ടായോ എന്നുള്ള അരുളപ്പാടിന് വേണ്ടി അതേ ചെവി കൂർപ്പിച്ചു. but he sharpened his ear to listen to the counsel of God. പറഞ്ഞു, ഇവരെ പിന്തുടരുവാൻ. Oh, God said, chase them. അവരങ്ങനെ പോയപ്പോൾ ഒരു മിസ്രൈമ്യ ദാസൻ രോഗിയായി കിടക്കുന്നു. As they followed, they found a person in Egypt who was ill. അവരോട് ചോദിച്ചു, നീ ആരാണ്? He asked him, who are you? നീ എങ്ങനെ ഇവിടെ വന്നു? How did you come here? ഞാൻ അമലേക്കരുടെ ദാസനാ, വേലക്കാരനാ. He said, I am a servant of the Amalekites. രോഗിയായപ്പോൾ എന്നെ ഇട്ടിട്ട് പോയതാണ്. I was ill and they abandoned me. എവിടാണ് താമസിക്കുന്നത്? Where are they living? ഞാൻ കാണിച്ചു തരാം. I will show you where they are. ദാവീദും കൂട്ടരും ചെന്ന് വലിയ യുദ്ധം നടത്തി. So David and his people went to begin a war. മുഴുവൻ മടക്കിക്കൊണ്ട് വന്നു. He brought back everyone who was captured. മടക്കിക്കൊണ്ട് വന്നപ്പോഴാണ് അവന് മനസ്സിലായത്, when he restored them, വരെ പിരിച്ചുവിട്ടത് നന്മയ്ക്കായിരുന്നു. He realized it was for the good that he was thrown away from the army. 2-3 മാസങ്ങൾ നിലനിൽക്കുന്ന യുദ്ധം കഴിഞ്ഞ് after this war that stayed for 2 to 3 months, മടങ്ങി വന്നിരുന്നെങ്കിൽ, if he had returned only after 3 months, കഴിയാതെ പോലെ ദൂരത്തിൽ ഭാര്യമാരെ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊണ്ടുപോകുമായിരുന്നു. he would not have been able to reach his family, would have been so far. പിരിച്ചുവിട്ടത് നന്മയ്ക്ക് വേണ്ടിയാണ്. If you have been dismissed, it is for a good. നഷ്ടപ്പെട്ട നന്മയ്ക്ക് വേണ്ടിയാണ്. If you lost your job, it is for the good. പിണങ്ങിയത് നന്മയ്ക്ക് വേണ്ടിയാണ്. If someone is disappointed with you, it's for your good. പിണങ്ങിയതുകൊണ്ടാ ചിലർ ഇണങ്ങാൻ പോവുകയാണ്. Someone broke with you, so someone new relationship. വേദനകൾ നന്മയ്ക്ക് വേണ്ടിയാണ്. Your pain is for your good. നാളെ ദൈവം നിന്നെ തലോടാൻ പോവുകയാണ്. Oh, your God is going to caress you. Hallelujah. Hallelujah. എല്ലാ യുദ്ധത്തിലാണ് ശൗലും യോനാഥാനും കൊല്ലപ്പെട്ടത്. It is in that war that Saul and Jonathan died.
എത്ര വർഷം കഴിഞ്ഞാലും ആളുകൾ പറയുമായിരുന്നു, യഹൂദന്മാർ പറയുമായിരുന്നു, After many years, the Jews would say so. ശൗലും യോനാഥാനും കൊല്ലപ്പെട്ട യുദ്ധത്തിൽ ദാവീദ് കൊണ്ടായിരുന്നു. The war that took Saul and Jonathan, David was there too. ദാവീദിന്റെ സ്നേഹിതനായ യോനാഥാൻ കൊല്ലപ്പെട്ടല്ലോ എന്നുള്ള സങ്കടം അവനുണ്ടാകുമായിരുന്നു. They would be sad that Jonathan died. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, those who serve God, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, who are called according to His purpose, നന്മയ്ക്കായി all things work well for them. ഹല്ലേലൂയ, Hallelujah. നന്മയ്ക്കായല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, When they said it is for good, മിസ്രയീമിലെ ദാസൻ പറഞ്ഞു കാണും, the Egyptian servant said so. ഞാൻ രോഗിയായത് നന്മയ്ക്ക് വേണ്ടി, അതുകൊണ്ടാണല്ലോ അവരെന്നെ ഇട്ടിട്ട് പോയത്. He said, I am good, he's great, I fell ill. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് വഴികാട്ടിയാകാൻ ഇടയായത്. That is why I was able to show you the way. എല്ലാ നന്മയ്ക്ക് വേണ്ടിയാണ്. Everything happens for good. Amen. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറ, Look back and say so. അന്ന് സംഭവിച്ചത് മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണ്. All that happened for good. ഹല്ലേലൂയ, Hallelujah. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, For those who serve God, പ്രകാരം വിളിക്കപ്പെട്ടവർക്ക്, for those who are called according to His purpose, നന്മയ്ക്കായി everything works well for them. ഈ ചെറിയ ആലോചനകളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു പാട്ടിന്റെ 2 ശീല പാടാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. നന്മയെല്ലാത്തൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, നന്മയെല്ലാത്തൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, ചേർന്ന് പാടിക്കാട്ട്. പുതുജീവൻ എന്നിൽ പകരുന്നവേ, പാപമെല്ലാം ക്ഷമിക്കുന്നവേ, പുതുജീവൻ എന്നിൽ പകരുന്നവേ, യേശു 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 ആരിലും വലിയവേ, യേശു 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 ആരിലും മതിയായവൻ, യേശു 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 ആരിലും വലിയവേ, യേശു 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 ആരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവ്വ നന്മയ്ക്കായി ഭവിച്ചിടുമേ, സ്വരമനുസരിച്ചാൽ നമുക്കൊരു കിടും അവനതിലോ, കൃപയരുളിടുമേ, ബലമണിക്കുമേ, കൃപയരുളിടുമേ, ബലമണിക്കുമേ, മധുരമായി മാറ്റിയിടുമേ, മധുരമായി മാറ്റിയിടുമേ. ഓ യേശു 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 ആരിലും വലിയവേ, യേശു 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 ആരിലും മതിയായവൻ. യേശു 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 ആരിലും വലിയവേ, യേശു 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 ആരിലും മതിയായവൻ. നന്മയ്ക്ക് ആമേൻ. കരങ്ങളിൽ എടുത്തൊരു സ്വോത്രം പറഞ്ഞാണ്ട് കുഞ്ഞുങ്ങളെ, നമ്മുടെ ദൈവം നല്ലവനാണ്, അവൻ വല്ലവനായ ദൈവമാണ്, അവൻ ചെയ്യുന്നത് മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയാണ്. മറന്നു പോകരുത്, പട്ടാളത്തിൽ നിന്ന് പിരിച്ചു വിട്ടതും ഭാര്യമാരെയും കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോയതും എല്ലാം എല്ലാ നന്മയ്ക്ക് വേണ്ടി. മറക്കരുത്, ആ യുദ്ധത്തിലാണ് ശൗലും യോനാഥാനും കൊല്ലപ്പെട്ടത്. ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ ദാവീദിന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞു. നമ്മുടെ ദൈവം നല്ലവനായ ദൈവം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാണ്. Praise the Lord. Hallelujah. Stotram, stotram. That's the time for